തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1502 മീറ്റർ ഉയരത്തിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ ഫാക്ടറിക്കിടയിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഷാഹ് ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ കാണാം. ആ മഖ്ബറയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ശാന്തവും സുന്ദരമായ പരിസരം, പ്രകൃതി ഭംഗി കൊണ്ട് അതിലേറെ മരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക, ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നുള്ളത് ഊട്ടി ഗവി മഖ്ബറയിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഷാഹ് ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കാഴ്ചകളും മഖാമിൻ്റെ കാഴ്ചകളും കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മെ അല്ലാഹ് നന്നാക്കി നിൽക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലക്ഷദ്വീപ് കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഖാസിം വലിയുല്ലാഹിയുടെ സഹോദരനാണെന്ന് പറയപ്പെടുന്നു. മഖ്ബറയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഭൂമിയിലേക്കിറങ്ങി പാറക്കെട്ടുകൾക്കിടയിൽ വളരെ വ്യാസം കുറഞ്ഞ ഒരു ഗുഹ കാണാം. അത്ഭുതം തന്നെ. ഇവിടെയായിരുന്നു മഹാൻ ഏകാന്തവാസം നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു. കരടികളുടെ വിഹാരകേന്ദ്രമായിരുന്ന ഈ പ്രദേശം മഹാൻ വന്നതു മുതൽ കരടികൾ എല്ലാം ഉപേക്ഷിച്ച് പോയെങ്കിലും പതിവായി എന്നും ഒരു കരടി വന്ന് മഹാന്റെ ഗുഹയിൽ വന്ന് വാലുകൊണ്ട് വൃത്തിയാക്കാറുണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ ആശ്ചര്യപ്പെടുത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്ര തന്നെ കാണിക്കാനുള്ളൂ. പിന്നെ ഈ ഒരു വയ്യ് കാടിൻ്റെ ഉള്ളിലേക്കുള്ള വയ്യാണ്. കഴിഞ്ഞ് മുമ്പ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കരടികളുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. محمد